നമസ്കാരം. കല്യാണത്തിന് പൊരുത്തം നോക്കുന്ന പതിവ് പണ്ട് മുതൽക്കേ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വധുവിന്റെ വീട്ടുകാർ നോക്കിയത് വരന്റെ സിബിൽ സ്കോർ പൊരുത്തമായിരുന്നു. മഹാരാഷ്ട്രയിലെ മുർത്തിസാംപൂരിലായിരുന്നു സംഭവം. വധൂവരന്മാരും ഇരുവരുടെയും കുടുംബാംഗങ്ങളും പരസ്പരം ഇഷ്ടപ്പെട്ട വിവാഹം ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചതിനു ശേഷമായിരുന്നു വധുവിന്റെ അമ്മാവന്മാരിൽ ഒരാൾ വരന്റെ സിബിൽ സ്കോർ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പരിശോധനയിൽ വരന് സിബിൽ സ്കോർ വളരെ കുറവായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നും ഒന്നിലധികം വായ്പകൾ ഉള്ളതായും അതോടെ പുറത്തു വന്നു. ഇതോടെ വിവാഹം മുടങ്ങുകയായിരുന്നു. സംഭവം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയാവുകയും ചെയ്തു. പിന്നാലെ എന്താണ് സിബിൽ സ്കോർ, വിവാഹ ജീവിതത്തിൽ എന്താണ് ഇതിന് പ്രാധാന്യം കൊടുക്കുവാൻ കാരണമെന്നും സാധാരണക്കാർ അന്വേഷിക്കുകയാണിപ്പോൾ. ഒരു ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അഥവാ സിബിൽ സ്കോർ നിർണായക പങ്ക് വഹിക്കുന്നു. നിങ്ങൾ ഒരു ബാങ്കിനെയോ സാമ്പത്തിക സ്ഥാപനത്തെയോ സമീപിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുകയോ ലോൺ അംഗീകരിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യും. ബാങ്കുകൾ, ക്രെഡിറ്റ് കമ്പനികൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്നിവയിൽ നിന്നുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രത്തിന്റെ റെക്കോർഡ് ഈ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിക്ക് ലഭിക്കുന്ന 3 അക്ക സ്കോറാണ് സിബിൽ സ്കോർ. സിബിൽ റിപ്പോർട്ടിനെ CIR അതായത് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് എന്നും അറിയപ്പെടുന്നു. ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിച്ചാണ് സ്കോർ നൽകുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ വിവിധ വായ്പകളായി വിവിധ സ്ഥാപനങ്ങളിലുള്ള ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് പേയ്മെന്റ് ചരിത്രമാണ് CIR. 3 അക്ക സംഖ്യയാണ് സിബിൽ സ്കോർ. 300 മുതൽ 900 വരെയുള്ള സ്കോർ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യത കാണിക്കുന്നു. കുറഞ്ഞ സിബിൽ സ്കോർ വായ്പാ സാധ്യത കുറയ്ക്കുന്നു. സിബിൽ സ്കോർ 900ലേക്ക് അടുക്കും തോറും ലോണുകളുടെയും മറ്റ് ക്രെഡിറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത കൂട്ടും. 700ലും അതിലും മുകളിലുമാണ് സിബിൽ സ്കോർ വരുന്നതെങ്കിൽ നല്ലതാണ്. 18 മുതൽ 36 മാസം വരെ നല്ല രീതിയിലുള്ള വായ്പ തിരിച്ചടവുകളാണ് സിബിൽ സ്കോർ കൂട്ടുക. അതായത് സിബിൽ സ്കോർ കുറവുള്ള വ്യക്തി സാമ്പത്തികമായി പരുങ്ങലിലാണെന്ന് അർത്ഥം. ഇത് മനസ്സിലാക്കിയാണ് വധുവിന്റെ അമ്മാവൻ യുവാവ് തന്റെ അനന്തരവൾക്ക് ചേർന്നവനല്ലെന്ന് അഭിപ്രായപ്പെട്ടത്. സിബിൽ സ്കോർ ഉയർന്നു നിൽക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. സമയബന്ധിതമായി EMI അടയ്ക്കുക. 2. ആവശ്യമില്ലാതെ അധിക വായ്പകൾ എടുക്കരുത്. 3. ക്രെഡിറ്റ് കാർഡ് ജാഗ്രതയോടെ ഉപയോഗിക്കുക. 4. ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് സ്കോറിനെ കുറയ്ക്കാൻ കാരണമാകും. 5. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ സമയത്ത് അടയ്ക്കുക. 6. ക്രെഡിറ്റ് റിപ്പോർട്ട് നിരന്തരം പരിശോധിക്കുക. 7. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുറഞ്ഞത് 6 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കുക. 8. തെറ്റായ വിവരങ്ങൾ കണ്ടാൽ അതിനെതിരെ ഉടൻ പരാതി നൽകുക. 9. ചെലവുകൾ നിയന്ത്രിക്കുക. 10. കൃത്യമായ ബജറ്റ് തയ്യാറാക്കുക. 11. ആവശ്യമില്ലാതെ കടമെടുക്കാതിരിക്കുക. 12. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് കരുതുക. 13. ലോൺ ആപ്പ് വഴി വായ്പ എടുക്കാതിരിക്കുക. പലതവണ വായ്പയ്ക്കായി അപേക്ഷിക്കുന്നത് ക്രെഡിറ്റ് സ്കോറിന് ദോഷകരമാണ്. അപ്രത്യക്ഷമായ പല ബാങ്കുകളിലും വായ്പയ്ക്കായി അപേക്ഷിക്കുന്നതിന് പകരം മുമ്പേ യോഗ്യത പരിശോധിച്ച് മനസ്സിലാക്കുക. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.